ഇന്ത്യയൊക്കെയുടെ വാതിലും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്യ സിംഹാസനത്തിന്മേൽ ആരുടനായിരിക്കുന്ന കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പ്രസിഡന്റുമായ മോറോന്മാർ ബെസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബ തിരുമേനി, ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരെ, വന്യ ഓറപ്പിസ്കോപ്പന്മാരെ, വന്യ എറമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഒരു നൂറ്റാണ്ടിനിടെ കേരളം കണ്ട വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നിലാണ് 2018 നമ്മെ കടന്നുപോയത്. ശതകോടികളുടെ നഷ്ടം രാജ്യത്തിനും സഭയ്ക്കും കേരളീയ ജനതയ്ക്കും സഭാംഗങ്ങൾക്കും വരുത്തിവെച്ച ഈ ദുരന്തത്തിൽ നിന്നും സംസ്ഥാനം കരകയറുവാൻ ആരംഭിച്ചിട്ടേയുള്ളൂ. ദുരന്തമുഖത്തും തുടർന്നുമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അല്പമായോ അധികമായോ സഹകരിച്ച് പ്രവർത്തിച്ച ഏവർക്കും ദൈവം തമ്പുരാൻ 30, 60, 100 മേനി പ്രതിഫലം നൽകും എന്നത് നിശ്ചയമാണ്. 2018 മലങ്കര സഭയ്ക്കും ഒരു ദുരന്ത വർഷമായിരുന്നു. പ്രളയക്കെടുതി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഭാമക്കളെ ഭീകരമായി ബാധിച്ചതോടൊപ്പം പരിശുദ്ധ സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തായും ചെങ്ങന്നൂർ മെത്രാസനാധിപനും മികച്ച ഭരണാധികാരിയുമായിരുന്ന നിതാന്ത വന്യ ദിവ്യശ്രീ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലിത്ത ഓഗസ്റ്റ് 24 വാങ്ങിപ്പോയി. തൻ്റെ ജനത്തോട് ചേർന്നു ആ ശ്രേഷ്ഠ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടരുന്ന വാനവബലിയിൽ സഹകാർമ്മികനായ അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിക്കുന്നു എന്നത് നമുക്ക് ഏറെ പ്രത്യാശ നൽകുന്നു. ആദിമകാലം മുതൽ സഭയുടെ പൊതുവായ വിഷയങ്ങൾ ജനാധിപത്യപരമായി കൂട്ടായ ആലോചനയിലൂടെയാണ് തീർച്ചപ്പെടുത്തിയിരുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും കൂടി വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15:6 എന്ന യെരുശലേം സുന്നോസിനെ കുറിച്ച് പരിശുദ്ധ വേദം സാക്ഷിക്കുന്നു. ആ സിംഹാസനങ്ങളുടെ പിന്തുടർച്ചക്കാരാണെന്ന ബോധ്യത്തോടെയാണ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ നാം പരിശുദ്ധ സഭയുടെ അടുത്ത ഒരു വർഷത്തെ നയപരിപാടികൾ ആവിഷ്കരിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് ഒരു നിമിഷവും മറന്നു പോകരുത്. പരിശുദ്ധ സഭ നമ്മെ ഈ സ്ഥാനത്ത് ഏൽപ്പിച്ചിരിക്കുന്ന കടമ അതാണ്. പരിശുദ്ധ പിതാവേ, അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ അവിടുത്തെ കൽപ്പന പ്രകാരം ഈ 3ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രഥമമായി ഞങ്ങളുടെ ഭാഗ്യവാനായ പിതാവും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമിയും മലങ്കര മെത്രാപ്പോലിത്തായുമായ അങ്ങയോടും സഭാ ഭരണഘടനയോടുമുള്ള ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ അചഞ്ചലമായ കൂറും വിധേയത്വവും ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കൊള്ളട്ടെ. മതത്തിൻ്റെയും ജാതിയുടെയും വംശീയതയുടെയും മറ്റനേക കാരണങ്ങളുടെയും പേരിൽ സമൂഹം ധ്രുവീകരിക്കപ്പെടുകയും അനേകർ പാർശ്വവൽക്കരിക്കപ്പെടുകയും അനേകരുടെ രക്തം ചിന്തപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. ഇത്തരം ദുഷ്ചിന്തകളിൽ വീഴാതിരിക്കുവാനുള്ള ദിശാബോധമാണ് ഇന്ന് നമുക്ക് ആവശ്യം. കേരളത്തിൻ്റെ പൊതുസംസ്കൃതിയിൽ ഇഴപിരിക്കാനാവാത്ത ഘടകമായിരുന്നു എല്ലാ കാലത്തും മലങ്കര നസ്രാണി എന്ന പരമാർത്ഥം. ഒരിക്കലും മറക്കാതിരുന്നാൽ നമുക്കതിനെ തരണം ചെയ്യുവാനാവും. അത്തരമൊരു ദിശാബോധം ആവർത്തിച്ചുറപ്പിക്കുവാൻ പരിശുദ്ധ സഭയ്ക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പരിശുദ്ധ പിതാവേ, പാവനമായ വിശുദ്ധ മൂർവൻ കുദാശ നടത്തുവാൻ അങ്ങയ്ക്ക് സ്ഥാനികമായി ലഭിച്ച അധികാരം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദൃശ്യ പ്രതീകമാണ്. 2018 മാർച്ച് 23 അങ്ങ് ദേവലോക മരമന ചാപ്പലിൽ അനുഗ്രഹപ്രദമായി പരിശുദ്ധ മൂർവൻ കുദാശ നടത്തിയപ്പോൾ സഫലമായത് 10,000ങ്ങളുടെ പ്രാർത്ഥനയാണ്. പരിശുദ്ധ റുഹായുടെ ഈ വ്യാപാരം ഇന്നും നമ്മുടെ പരിശുദ്ധ സഭയിൽ പ്രവർത്തിക്കുന്നു എന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. അതിനാലാണ് വെള്ളം എൻ്റെ മേൽ കവിയുകയില്ല, അഗ്നിജ്വാല ദഹിപ്പിക്കുകയില്ല എന്ന യെശയ്യാ പ്രവചനം ആ മുഖത്തിൽ ഞാൻ ഉദ്ധരിച്ചത്. 2019-20 ബജറ്റ് എല്ലാ അംഗങ്ങളുടെയും കയ്യിൽ എത്തിയിട്ടുണ്ടല്ലോ. അതിനാൽ അതിൻ്റെ വിശദാംശങ്ങൾ ആവർത്തിക്കുന്നില്ല. ആമുഖം: ഇപ്പോൾ പരിശുദ്ധ സഭയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള മുഖ്യ സാമ്പത്തിക സ്രോതസ് കാതോലിക്ക ദിന പിരിവിലൂടെ ലഭിക്കുന്ന തുകയാണ്. സഭയുടെ പൊതുചിലവുകൾക്കൊരു സ്ഥിരം ഫണ്ട് എന്ന നിലയിൽ 1935 കാതോലിക്ക നിധി സംഭരണം ആരംഭിച്ചത്. മലങ്കരയിലെ 1ാമത്തെ കാതോലിക്ക ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് പ്രഥമൻ ബാബ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ദിനമായിരുന്നു ആദ്യകാലത്ത് നിധി സംഭരണം നടത്തി വന്നത്. പിൽക്കാലത്ത് സൗകര്യത്തെ കരുതി വലിയ നോയമ്പിലെ 36ാം ഞായറാഴ്ച കാതോലിക്ക ദിനമായി ആഘോഷിച്ചു തുടങ്ങി. അന്നും ഇന്നും സഭയുടെ പ്രധാന വരുമാന സ്രോതസ് കാതോലിക്ക ദിന കവർ പിരിവാണ്. കഴിഞ്ഞ വർഷത്തെ ടാർഗറ്റായ 10 കോടിയിൽ പ്രതികൂല സാഹചര്യങ്ങളിലും 8.35 കോടി രൂപ
31/1/2019 വരെ ലഭിച്ചു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഈ വർഷവും ടാർഗറ്റ് 10 കോടി രൂപയായി നിലനിർത്തിയിരിക്കുന്നു. അത് സഫലമാക്കുവാൻ ഏവരും ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പരിശുദ്ധ സഭയ്ക്ക് വിദേശ ഏജൻസികളുടെ സഹായങ്ങളോ മറ്റ് വരുമാന മാർഗങ്ങളോ ഇല്ല എന്നുള്ള വസ്തുത നാം വിസ്മരിക്കരുത്. പരിശുദ്ധ സഭയുടെ ദൈനംദിന ചെലവുകൾക്കും കാലാകാലങ്ങളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി നടപ്പാക്കുന്നതുമായ വികസന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇവയുടെയെല്ലാം സ്രോതസ് കാതോലിക്ക ദിനപ്പിരിവാണ്. സഭാമക്കളുടെ നീറുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുവാൻ സഭയ്ക്കാവില്ല. സഹോദരനെ കരുതാത്ത ഒരുവനെയും ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിക്കാൻ ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവയ്ക്കുള്ള പരിശുദ്ധ സഭയുടെ മുഖ്യ വരുമാന മാർഗമായ കാതോലിക്ക ദിനപ്പിരിവ് വിജയിപ്പിക്കുന്നതിന് നാളിതുവരെ ആത്മാർത്ഥമായി ഉത്സാഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പരിശുദ്ധ സഭയുടെ ബജറ്റ് കേവലം വരവ് ചെലവ് കണക്കല്ല, മറിച്ച് സഭയുടെ സാക്ഷ്യത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ദർപ്പണം കൂടിയാണ്. ഈ കാഴ്ചപ്പാടോടെയാണ് 2019-20 ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ബജറ്റ് ഘടന: ഈ ബജറ്റ് ABCD എന്നീ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മലങ്കര മെത്രാപ്പോലീത്തായുടെ നേരിട്ടുള്ള ചുമതലയിൽ വരുന്ന A വിഭാഗത്തിൽപ്പെട്ടവയാണ് മാനേജിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ടത്. 15 ഇനങ്ങൾ പ്രത്യേക ഭരണക്രമവും ഉൾഭരണ സ്വാതന്ത്ര്യമുള്ളവയുമാണ്. ശേഷിക്കുന്ന 16 ഇനങ്ങൾ മാനേജിംഗ് കമ്മിറ്റി പാസ്സാക്കുന്ന ബജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സഭാകേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഭരിക്കപ്പെടുന്നവയാണ്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിൻ്റെ നിയന്ത്രണത്തിലുള്ളവയാണ് B വിഭാഗം. സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും C വിഭാഗത്തിൽ ഉൾപ്പെട്ടവ പ്രത്യേക ഭരണസമിതിയും ഭരണക്രമവും ഉള്ളവയാണ്. D വിഭാഗത്തിൽപ്പെട്ടവ മെത്രാസനങ്ങളും അവയുടെ സ്ഥാപനങ്ങളുമാണ്. ഇവയുടെ കണക്കും ബജറ്റും മെത്രാസന ഇടവക യോഗവും കൗൺസിലും പാസ്സാക്കുന്നതാണ്. 4 ഷെഡ്യൂളുകളിലായി ആകെ 714 കോടി രൂപയുടെ ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ആവശ്യമുള്ള A വിഭാഗത്തിൽപ്പെട്ട ഓരോ ഇനത്തിൻ്റെയും ബജറ്റ് ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ടതാണ്. മാനേജിംഗ് കമ്മിറ്റി മുമ്പാകെ ഇത് വിശദമായി അവതരിപ്പിക്കുന്നു. 2019-20 പ്രധാന പദ്ധതികൾ: നമ്മുടെ വൈദികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കാതോലിക്കറ്റ് ഓഫീസിലെ ജീവനക്കാരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം വിപുലീകരിച്ച വൈദിക മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി പ്രയോജനപ്രദമായി മുന്നേറുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. 2017 ഓഗസ്റ്റ് മുതൽ 2018 ജൂലൈ വരെയുള്ള കാലയളവിൽ 287 ക്ലെയിമുകളായി 1,09,27,043 രൂപയും 2018 ഓഗസ്റ്റ് മുതൽ 2019 ഫെബ്രുവരി 20 വരെ 243 ക്ലെയിമുകളിലായി 93,83,910 രൂപയുടെയും ആനുകൂല്യങ്ങൾ നമ്മുടെ അംഗങ്ങൾക്ക് ലഭിച്ചു എന്നത് തികച്ചും പ്രസ്താവയോഗ്യമാണ്. ഈ വർഷം ഈ പദ്ധതിക്കായി 1.25 കോടി രൂപ വകയിരുത്തുന്നു. പൂർണ്ണസമയ സഭാസേവനത്തിനായി സമർപ്പിച്ച് നിഷ്കാമകർമ്മം നടത്തുന്നവരെ സംരക്ഷിക്കേണ്ടത് പരിശുദ്ധ സഭയാണെന്നതിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകുകയില്ല. നമ്മുടെ ബഹുകന്യാസ്ത്രീകളിൽ നിന്നും മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും അർഹരായവർക്ക് ആവശ്യമായ സമയത്ത് കൈത്താങ്ങൽ നൽകുന്നതിനായി 5 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. ഓരോ മെത്രാസനത്തിൻ്റെയും ടാർജറ്റിൽ അധികം പിരിഞ്ഞു കിട്ടുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം ബഹുമാന്യരായ വൈദികരുടെ ക്ഷേമത്തിനായി രൂപം കൊടുത്തിട്ടുള്ള വൈദിക ക്ഷേമനിധിയിലേക്ക് വകമാറ്റിയിട്ടുണ്ട്. അത് ഈ വർഷവും തുടരുന്നതാണ്. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുക എന്ന ശ്ലൈഹിക കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് സഭയിലെ അർഹരായ വിധവകൾക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി 2018-19 വർഷത്തിൽ വിജയകരമായി ആവിഷ്കരിച്ച് 100 പേർക്ക് പ്രതിമാസ പെൻഷൻ നൽകി വരുന്നു. അടുത്ത കൊല്ലവും ഇത് തുടരുന്നതിനായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭാവി തലമുറയെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് പരിശുദ്ധ സഭയുടെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിൽ വലിയ പങ്കാണുള്ളത്. അതിന് നന്ദി പറയേണ്ടത് അരനൂറ്റാണ്ടും അതിലധികവും സൺഡേ സ്കൂൾ അധ്യാപകരായി നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്നവർക്കാണ്. അവരെ അംഗീകരിക്കേണ്ടത് പരിശുദ്ധ സഭയുടെ പ്രാഥമിക ബാധ്യതയായി തന്നെ ഞാൻ കരുതുന്നു. വാക്കുകളിലോ പ്രവൃത്തിയിലോ ഒതുക്കാവുന്ന ഒന്നല്ല അവരോടുള്ള നന്ദി പ്രകടനം. എങ്കിലും പരിശുദ്ധ സഭയ്ക്ക് അവരോടുള്ള കടപ്പാടിൻ്റെ സൂചന എന്ന നിലയിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി സൺഡേ സ്കൂൾ അസോസിയേഷൻ നടപ്പാക്കി വരുന്ന കിരൺ തണൽ പദ്ധതികളിലേക്ക് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. അവരുടെ സേവനത്തിന് ഇതൊന്നുമല്ല എന്നറിയാം. ഇതൊരു പ്രതീകാത്മക ഗുരുദക്ഷിണയായി അവർ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന നിർധന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നതിനുള്ള പദ്ധതി ഈ കൊല്ലവും തുടരും.
അതിനായി 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. മലങ്കര സഭയിലെ അനേകായിരങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയാണ് ആദര ശുശ്രൂഷ രംഗം. അനേക കുടുംബങ്ങളുടെ അത്താണിയാണ് ഈ സേവന മേഖല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സഭയുടെ വികസനത്തിൽ അവർ വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല. അവർക്കൊരു ചെറിയ കൈത്താങ്ങൽ നൽകേണ്ടത് സഭയുടെ ബാധ്യതയായി കരുതുന്നു. ആരോഗ്യരക്ഷാ രംഗത്തെ അർഹരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം അലവൻസായി 15 ലക്ഷം രൂപ വകയിരുത്തുന്നു. മണ്ണിൽ പുല്ല് വിളയിക്കുന്ന നമ്മുടെ കർഷകരാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല്. പരിശുദ്ധ സഭയിലും അനേക കാർഷിക പ്രതിഭകളുണ്ട്. അത്തരം കർഷകരെ, വിശിഷ്യ നെൽ ക്ഷീര കർഷകരെ ആദരിക്കുന്നതിനായി 10 ലക്ഷം രൂപ വകകൊള്ളിക്കുന്നു. ഓടുന്നവർ അനേകമെങ്കിലും നേടുന്നവർ ചുരുക്കമെന്നാണല്ലോ പറയുന്നത്. കലാ, കായിക, സാംസ്കാരിക, ശാസ്ത്ര, തൊഴിൽ മേഖലകളിൽ അപ്രകാരം നേടുകയും അതിന് ദേശീയ, അന്തർദേശീയ, സംസ്ഥാന, വകുപ്പ് തല പുരസ്കാരങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യുന്ന അനേകം സഭാംഗങ്ങളുണ്ട്. സ്കൂൾ, സർവകലാശാല ഒഴികെ അത്തരം പുരസ്കാരങ്ങൾ നേടുന്നവർക്ക് സഭാതലത്തിൽ ഉചിതമായ അംഗീകാരം നൽകുന്നതിനായി 1 ലക്ഷം രൂപ. ഇത്തരം പ്രതിഭകളെ യഥാസമയം സഭാകേന്ദ്രത്തിൽ അറിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട വികാരിമാർ ശ്രദ്ധിക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇവകളിലേക്കുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായി സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുവാൻ 10 ലക്ഷം രൂപ. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് ഗീവറിസിയൻ ബാബ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരുടനായതിൻ്റെ 90-ാം വർഷമാണ് 2019. സഭാ സമാധാനത്തെ പ്രതി 1934 ഹോംസ് വരെ ക്ലേശകരമായ യാത്ര നടത്തിയ ആ പരിശുദ്ധ പിതാവ് 1958 മലങ്കര സഭയ്ക്ക് അനുകൂലമായി ലഭിച്ച സുപ്രീം കോടതി വിധിക്ക് ശേഷം പരിശുദ്ധ പാത്രികീസ് ബാബായെ മലങ്കര സഭ ഭരണഘടനയ്ക്ക് വിധേയമായി അംഗീകരിക്കുവാൻ പ്രസാദിച്ചു. മലങ്കര സഭാഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ഉറപ്പിച്ച അടിസ്ഥാനത്തിൽ പരിശുദ്ധ സഭയുടെ കെട്ടുപണി ചെയ്ത പുണ്യശ്ലോകനായ കുറിച്ചി ബാബായുടെ കാതോലിക്ക സ്ഥാനാരോഹണ നവതി ഈ വർഷം സഭാതലത്തിൽ ആഘോഷിക്കുകയാണ്. മെസ്രാഥന തലത്തിലും ഇത് വിപുലമായി ആഘോഷിക്കണം. പരിശുദ്ധ ഗീവർഗീസിയൻ ബാബായുടെ സ്ഥാനാരോഹണ നവതി ആചരണത്തിനായി 50 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. പരിശുദ്ധ ഗീവർഗീസിയൻ ബാബ സ്ഥാപിച്ച് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ദേവലോകം കാതോലിക്ക ടർമന ചാപ്പലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ 2017-18, 18-19 വർഷങ്ങളിൽ 50 ലക്ഷം രൂപ വീതം വകയിരുത്തിയിരുന്നു. ഈ വർഷം 50 ലക്ഷം രൂപ കൂടി വകയിരുത്തുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ വർഷത്തോടെ പൂർത്തീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലങ്കര സഭയിലെ മൺമറഞ്ഞ പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും വേദശാസ്ത്ര, ആരാധന, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിലെ മഹത്തായ രചനകളുടെ പുനഃപ്രസിദ്ധീകരണത്തിനായി ആവിഷ്കരിക്കപ്പെട്ട പൈതൃകം സഭാ സാഗതി സരണി എന്ന പദ്ധതി 2018 ഒക്ടോബർ 31 ആരംഭിച്ച് വിജയകരമായി നടത്തിവരുന്നു. ഇതുവരെ 8 ഗ്രന്ഥങ്ങൾ ഈ പദ്ധതി പ്രകാരം പ്രസിദ്ധീകരിച്ചു. 3 ലക്ഷം രൂപ കൂടി ഈ പദ്ധതിക്കായി ഈ വർഷം വകയിരുത്തുന്നു. ഈ പദ്ധതിയുടെ നിർവഹണം ഭംഗിയായി നടത്തുന്ന സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ MOC പബ്ലിക്കേഷൻസിനോടുള്ള പ്രത്യേകമായ നന്ദി ഇത്തരണത്തിൽ അറിയിച്ചുകൊട്ടെ. പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഈ പുസ്തകങ്ങൾ എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും സൗജന്യമായി ലഭ്യമാക്കുന്നുണ്ട്. മലങ്കര അസോസിയേഷന് സ്ഥിരം ഫണ്ടായി കഴിഞ്ഞ വർഷം വകയിരുത്തുന്ന 30 ലക്ഷം രൂപയോടൊപ്പം ഈ വർഷവും 30 ലക്ഷം രൂപ ജനറൽ അക്കൗണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. പരിശുദ്ധ സഭയുടെ പൈതൃക സ്വത്തുക്കളുടെ സംരക്ഷണത്തിനായി ഈ വർഷവും 15 ലക്ഷം രൂപ ജനറൽ അക്കൗണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. പരുമലയിലെ നിർദ്ദിഷ്ട പുലിക്കോട്ടിൽ മാർ ദവനാസിയോസ് അഞ്ചാമൻ സ്മാരക ലോ കോളേജിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ തുടർ നടപടികൾക്ക് 1 കോടി രൂപ നിലനിർത്തിയിട്ടുണ്ട്. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസിയൻ കാതോലിക്ക ബാബ കോട്ടയം കാരാപ്പുഴയിൽ സഭയ്ക്കായി സമ്പാദിച്ച വസ്തുവിൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടന്നു വരുന്നു. ഇക്കൊല്ലവും 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കോട്ടയം MD ചർച്ച് സെൻറ്റർ 3ാം ഘട്ട വികസനത്തിന് 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങൾക്കാണ് ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈരയിക്കടവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുലിക്കോട്ടിൽ മാർ ദവനാസിയോസ് സ്മാരക മന്ദിരം നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. കൂദാശ താമസവിന നിർവഹിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു. MD ചർച്ച് സെൻറ്ററിൻ്റെ 3ാം ഘട്ട വികസനം അനുമതി ലഭിച്ചിരിക്കുന്ന 3ാം നിലയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ വികസന സാധ്യത സഭാ സാന്നിധ്യമുള്ള എന്നാൽ ആരാധനാലയങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ കാതോലിക്കറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്കായി മാർ ഏലിയ കടത്തുകിട്ടലിന് കിഴക്കുവശം MD ചർച്ച് സെൻറ്റർ കോമ്പൗണ്ടിൽ അനുമതി ലഭിച്ചിരിക്കുന്ന ഓർത്തഡോക്സ് കൾച്ചറൽ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിക്കും.
അതിനുവേണ്ടി 1 കോടി രൂപ വകയിരുത്തി. കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിന് മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് കൈത്താങ്ങൽ നൽകുന്നതിനായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സഹായങ്ങൾക്ക് വകയിരുത്തുന്ന തുക 15 ലക്ഷമായി നിലനിർത്തി. മലങ്കരയിലെ പരിശുദ്ധ കാതോലിക്ക ബാമാരുടെ ഓർമ്മ പെരുന്നാളുകൾക്കായി ഏർപ്പെടുത്തിയ പാവന സ്മൃതിക്ക് ഈ വർഷവും 6 ലക്ഷം രൂപ. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങൽ എന്ന നിലയിൽ ബ്രഹ്മമാർ ഭദ്രാസനത്തിലെ പ്രാദേശിക ഇടവകൾ വഴി നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് 30 ലക്ഷം രൂപ. ഈ ദുരിതബാധിതരിൽ നമ്മുടെ സഭാംഗങ്ങളും ഉണ്ട് എന്നുള്ള വസ്തുത വിസ്മരിക്കരുത്. പരിസ്ഥിതി കമ്മീഷന്റെ വിവിധ പദ്ധതികൾക്കായി 1 ലക്ഷം രൂപ വകയിരുത്തുന്നു. ശ്രീബാദാസ സമൂഹത്തിനുള്ള വിഹിതം 5 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. തിരുവിതാംകോട് തീർത്ഥാടന കേന്ദ്രത്തിന് 1 ലക്ഷം രൂപ, വള്ളിക്കാട് ദേറായിക്ക് 5 ലക്ഷം രൂപ, കുണ്ടറ സെമിനാരിക്ക് 2.5 ലക്ഷം രൂപ. പരിശുദ്ധ സഭയുടെ ക്ഷേമഭവനങ്ങൾക്ക് വെൽഫെയർ ഹോംസിനുള്ള തുക 7 ലക്ഷത്തിൽ നിന്ന് 8 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. ആശുപത്രികൾക്ക് 4 ലക്ഷം രൂപയും മിഷൻ ബോർഡിന് 5 ലക്ഷം രൂപയും. ഡയാലിസിസ്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ക്യാൻസർ സഹായ പദ്ധതിയായ സഹായഹസ്തം പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 35 ലക്ഷം രൂപ വകയിരുത്തുന്നു. സഭയുടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 31/1/2019 വരെ 11,60,36,460 രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. സഭാ വർക്കിംഗ് കമ്മിറ്റിയുടെ ശുപാർശപ്രകാരം 19 മെത്രാസനങ്ങൾ വഴി 8,96 ലക്ഷം രൂപ വിതരണം ചെയ്യുന്നതിന് തീരുമാനമുണ്ടായി. അതിൽ 1,40,25,000 രൂപ 7 മെത്രാസനങ്ങൾക്ക് വിതരണം ചെയ്തു. നീക്കി ബാക്കി തുകയും കൂടുതലായി ലഭിക്കുന്ന തുകയും പ്രളയബാധിത സ്ഥാപനങ്ങളുടെയും ദേവാലയങ്ങളുടെയും പുനരുദ്ധാരണത്തിന് മുൻഗണന നൽകി വിനിയോഗിക്കുന്നതാണ്. കാതോലിക്കാദിന പിരിവിൽ നിന്നുള്ള ചെലവുകൾ 2018-19 സാമ്പത്തിക വർഷം 23/2/2019 8.47 കോടി രൂപ സമാഹരിച്ചു. ഈ സാമ്പത്തിക വർഷം കാതോലിക്കാദിന പിരിവിലൂടെ സഭ ലക്ഷ്യപ്പെടുന്ന 10 കോടി രൂപ സമാഹരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്ന് മെത്രാസനങ്ങൾക്കും മെത്രാപോളിത്തന്മാർക്കുമായി 60 ലക്ഷം, കാതോലിക്കറ്റ് ഓഫീസിന് 62 ലക്ഷം, കാതോലിക്കറ്റ് അരമനയ്ക്ക് 42 ലക്ഷം, കാതോലിക്കോസ് ഓഫീസിന് 63 ലക്ഷം, എപ്പിസ്കോപ്പൽ സുന്നതോസിന് 11 ലക്ഷം, അന്തർസഭാ ബന്ധങ്ങൾക്ക് 9 ലക്ഷം, 2 സെമിനാരികൾക്കും 5 ലക്ഷം വീതം, വൈദിക സംഘത്തിന് 1 ലക്ഷം, അവികസിത പള്ളികൾക്ക് ഗ്രാൻഡായി 20 ലക്ഷം, പാഴ്സനേജ് നിർമ്മാണ സഹായത്തിന് 20 ലക്ഷം, അവികസിത ചാപ്പലുകൾക്കും കാതോലിക്കറ്റ് സെൻ്ററുകൾക്കും 5 ലക്ഷം, ബ്രഹ്മമാർ ഭദ്രാസനത്തിന് 15 ലക്ഷം രൂപയും, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന് 3.5 ലക്ഷം രൂപയും, നിലയ്ക്കൽ ഭദ്രാസനത്തിന് ശുശ്രൂഷകരുടെയും പള്ളി ശുശ്രൂഷകരുടെയും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെയും ആരോഗ്യ ഇൻഷുറൻസ്, വാർദ്ധക്യകാല പെൻഷൻ എന്നിവയ്ക്ക് 13 ലക്ഷം രൂപ. ഇതുകൂടാതെ വൈദികരുടെ ശമ്പള സബ്സിഡിയായി 60 ലക്ഷം രൂപയും പള്ളികളുടെയും വികസനത്തിനായി 13 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതര ചെലവുകളുടെ വിവരങ്ങൾ ബജറ്റ് രേഖയിൽ ലഭ്യമാണ്. 10.14 കോടി രൂപ വരവ് ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് മാനേജിംഗ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുന്നു. കാതോലിക്കറ്റ് ഓഫീസ് കാതോലിക്കാദിന പിരിവിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻഡിലൂടെയാണ് പ്രധാനമായും കാതോലിക്കറ്റ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാതോലിക്കാദിന പിരിവിൽ നിന്ന് 62 ലക്ഷം രൂപ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേർതിരിച്ചിട്ടുണ്ട്. MDCCയിൽ നിന്നുള്ള 20 ലക്ഷം രൂപ ഉൾപ്പെടെ 83.25 ലക്ഷം രൂപ ഈ വർഷം കാതോലിക്കറ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് വരവ് പ്രതീക്ഷിക്കുന്നു. ചർച്ച് അക്കൗണ്ട്സ് കമ്മിറ്റിയും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റും മാനവശേഷി ശാക്തീകരണ വിഭാഗവും കാതോലിക്കറ്റ് ഓഫീസിൻ്റെ ഭാഗമാണ്. കാതോലിക്കോസ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കാതോലിക്കാദിന പിരിവിൽ നിന്നുള്ള 63 ലക്ഷം രൂപയും NDCCയിൽ നിന്നുള്ള 13.5 ലക്ഷം രൂപയുമാണ് പ്രധാന വരവ്. 77.25 ലക്ഷം രൂപ വരവ് ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കുന്നു. കാതോലിക്കറ്റ് പ്രസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രസ്സിനു വേണ്ടി ആധുനികമായ ഓഫ്സെറ്റ് മിഷനും അനുബന്ധ സാമഗ്രികളും വാങ്ങുവാൻ സാധിച്ചു. 99.99 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. കാതോലിക്കറ്റ് ആൻഡ് MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പരിശുദ്ധ സഭയുടെ ഉടമസ്ഥതയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, അപ്പർ ലോവർ പ്രൈമറി സ്കൂളുകൾ, ട്രെയിനിങ് സ്കൂളുകൾ എന്നിവ ഈ മാനേജ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 85 ലക്ഷം രൂപയും സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്കുമായി 2.45 ലക്ഷം രൂപയും വക കൊള്ളിച്ചിട്ടുണ്ട്. 4.12 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഓഫ് MOC കോളേജസ് പരിശുദ്ധ സഭയുടെ ഉടമസ്ഥതയിലുള്ള വിവിധ കോളേജുകളുടെ ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള 7.67 കോടി രൂപയുടെ ബജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ജനറൽ അക്കൗണ്ട് പരിമല സെമിനാരിയിൽ നിന്ന് 5 കോടി രൂപയും MDCC സെൻറ്ററിൽ നിന്ന് 40 ലക്ഷം രൂപയും ജനറൽ അക്കൗണ്ടിലേക്ക് ഈ സാമ്പത്തിക വർഷം വരവ് പ്രതീക്ഷിക്കുന്നു.
60 ലക്ഷം രൂപ വൈദിക ശമ്പള പദ്ധതിക്കായി കാതോലിക്ക ദിനപ്പിരിവിൽ നിന്ന് ഈ ഫണ്ടിലേക്ക് വകകൊള്ളിച്ചിട്ടുണ്ട്. MG ഓർച്ചാർഡ്സ്, നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെൻറ്റർ എന്നിവയ്ക്കുള്ള ഗ്രാൻറ്റുകൾ ഈ ഫണ്ടിൽ നിന്നാണ് നൽകുന്നത്. ഇപ്രകാരം 9.27 കോടി രൂപയുടെ അടങ്കൽ ബജറ്റ് അവതരിപ്പിക്കുന്നു. ഭവന സഹായ പദ്ധതി, നിർധനരായ സഭാംഗങ്ങൾക്ക് കിടപ്പാടം നിർമ്മിക്കുന്നതിനായി ഉള്ള സഹായ പദ്ധതിക്ക് ഈ സാമ്പത്തിക വർഷം 35.40 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ട്, മലങ്കര ഓർത്തഡോക്സ് സഭ ചർച്ച് ഡെവലപ്മെൻറ്റ് ഫണ്ടിനായി 6.40 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. ബെസേലിയോസ് മാർത്തോമ ചാരിറ്റി ഫണ്ട്, പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബ തിരുമനസ്സുകൊണ്ട് ആരംഭിച്ച ഈ ഫണ്ടിലേക്കുള്ള വരവ് പരിശുദ്ധ പിതാവിൻ്റെ എൻഡോമെന്റിൽ നിന്ന് ലഭിക്കുന്ന പലിശയുടെ 50% കാതോലിക്ക ദിനപ്പിരിവിൽ നിന്നുള്ള 1 ലക്ഷം രൂപയുമാണ്. ഈ വർഷം 2.35 ലക്ഷം രൂപയുടെ വരവ് ചെലവ് ഉൾപ്പെടെയുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നു. മാർ ബെസേലിയോസ് പബ്ലിക് സ്കൂൾ ദേവലോകം, ബെസേലിയോസ് പബ്ലിക് സ്കൂളിന് വേണ്ടി 6.15 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. മാർ ഡൈനീഷ്യസ് ചർച്ച് സെൻറ്റർ MDC സെൻറ്റർ, ഈ സാമ്പത്തിക വർഷം MDC സെൻറ്ററിൽ നിന്ന് വാടക ഇനത്തിൽ സർവീസ് നികുതി അടക്കം 1.38 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. MD ചർച്ച് സെൻറ്റർ വികസനത്തിന് 1.19 കോടി രൂപയും ഇതര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പുതിയതായി തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഓർത്തഡോക്സ് കൾച്ചറൽ സെൻറ്ററിന് വേണ്ടി 1.5 കോടി രൂപയും വകകൊള്ളിച്ചിട്ടുണ്ട്. MDCCയിൽ നിന്ന് കാതോലിക്കറ്റ് അരമനയ്ക്ക് 10 ലക്ഷവും കാതോലിക്കറ്റ് ഓഫീസിന് 20 ലക്ഷവും കാതോലിക്കോസ് ഓഫീസിന് 13.5 ലക്ഷം രൂപയും ഗ്രാൻഡ് നൽകുവാൻ വേർതിരിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയുടെ ജനറൽ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്ന് 4.13 കോടി രൂപയുടെ അടങ്കൽ ബജറ്റ് അവതരിപ്പിക്കുന്നു. MD സെമിനാരി, മലങ്കര മെത്രാപ്പോലിത്തായുടെ നേരിട്ടുള്ള ഭരണത്തിൽ സ്ഥിതി ചെയ്യുന്ന MD സെമിനാരിക്കായി 30,000 രൂപയുടെ ബജറ്റ് മാനേജിംഗ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുന്നു. വിവാഹ സഹായ പദ്ധതി, നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം നൽകുന്നതിന് ആവിഷ്കരിക്കപ്പെട്ട ഈ പദ്ധതിയിലൂടെ എല്ലാ വർഷവും അനേകം പേർക്ക് സഹായം ലഭ്യമാക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം 40.10 ലക്ഷം രൂപയുടെ വരവ് ചെലവുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നു. പരിമല സെമിനാരിയിൽ നിന്നുള്ള വിഹിതവും കാതോലിക്ക ദിനപ്പിരിവിൽ നിന്നുള്ള ഗ്രാൻറ്റുമാണ് പ്രധാന വരുമാന സ്രോതസ്സ്. മട്ടാഞ്ചേരി കൂനൻകുരിശ് തീർത്ഥാടന കേന്ദ്രം 68.08 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. MBC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പീരിമേഡ്, പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക തിരുമേനിയുടെ പരിശ്രമ ഫലമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഭയ്ക്കുണ്ടായ സ്ഥാപനമാണ് MBC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ദൈനംദിന ചെലവുകൾക്കുമുള്ള തുക വകകൊള്ളിക്കുന്നു. 2019-20 സാമ്പത്തിക വർഷത്തേക്ക് 18.47 കോടി രൂപയുടെ ബജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് സ്കീം, ജാതിമത ഭേദമന്യേ നിർധനരായ രോഗികൾക്ക് ചികിത്സയ്ക്കുള്ള സഹായവും വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും നൽകുവാൻ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയാണ്. കാതോലിക്ക ദിനപ്പിരിവിൽ നിന്ന് 15 ലക്ഷം രൂപയും സഹായഹസ്തം പദ്ധതിക്ക് നീക്കിവെച്ചിട്ടുള്ള 35 ലക്ഷം രൂപയുമാണ് പ്രധാന വരുമാനം. 53 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. MG ഓർച്ചാർഡ്സ് കുശാൽ നഗർ, കർണാടകയിലെ കുശാൽ നഗറിലുള്ള 50 ഏക്കർ സ്ഥലം വിൽക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. മലങ്കര ചർച്ച് കോഫി എസ്റ്റേറ്റ് പീരിമേഡ്, കാപ്പിയും കുരുമുളകും കൃഷി ചെയ്യുന്ന മലങ്കര ചർച്ച് കോഫി എസ്റ്റേറ്റിനായി 62.03 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. ഹോം സ്റ്റേ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു വരുന്നു. മൂന്നാറ്റുമുക്ക് വസ്തു പീരിമേഡ്, 75 ഏക്കർ വിസ്തൃതിയുള്ള ഈ സ്ഥലത്ത് 50 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. 12.4 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. മലങ്കര ചർച്ച് പള്ളിക്കുന്ന് വസ്തു പീരിമേഡ്, കാപ്പി, ഏലം എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. 6.96 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. മലങ്കര ചർച്ച് പബ്ലിക്കേഷൻസ്, MOC പബ്ലിക്കേഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി 1.50 കോടി രൂപയുടെ ബജറ്റ് സമർപ്പിക്കുന്നു. നാച്ചുറൽ കലാമിറ്റി അസിസ്റ്റൻസ് പ്രൊജക്റ്റ്, പ്രകൃതി ദുരന്തത്തിൽ ഇരയാകുന്നവരെ സഹായിക്കുന്നതിന് ആവിഷ്കരിക്കപ്പെട്ട നാച്ചുറൽ കലാമിറ്റി അസിസ്റ്റൻസ് പ്രൊജക്റ്റിന് വേണ്ടി 25 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. നവജ്യോതി സ്വയം സഹായ സംഘം, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് 2008 ആരംഭിച്ച ഈ പദ്ധതിക്ക് 9.8 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. പഴയ സെമിനാരി, മലങ്കര മെത്രാപ്പോലിത്തായുടെയും കൂട്ടു ട്രസ്റ്റിമാരുടെയും ഭരണ ചുമതലയിലാണ് പഴയ സെമിനാരിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളും വസ്തുക്കളുടെ സംരക്ഷണവും നടക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ 1.25 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. പാറയിട്ട് മാർ ഇവാനിയോസ് ഹോസ്പിറ്റൽ പുതുപ്പള്ളി, 8.14 കോടി രൂപയുടെ ബജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് വൈദിക ക്ഷേമനിധി, കാതോലിക്ക ദിനപ്പിരിവിൽ നിന്നുള്ള 30 ലക്ഷം രൂപയും വൈദിക ക്ഷേമനിധിക്ക് ലഭിക്കും. 32 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കും. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ഇരവിപേരൂർ, പുതിയ ബ്ലോക്ക് പൂർത്തിയായി
പ്രവർത്തനം ആരംഭിച്ചു. ഒരു ബ്ലോക്ക് കൂടി പണിയേണ്ടതുണ്ട്, അത്യന്താപേക്ഷിതമാണ്. ഈ വർഷത്തേക്ക് 2.49 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. വെട്ടിക്കൽ സെൻറ് തോമസ് ദേറ മലങ്കര സഭയുടെ ദേറ പ്രസ്ഥാനത്തിന് പ്രാരംഭം കുറിച്ച വെട്ടിക്കൽ ദേറായുടെ പ്രവർത്തനങ്ങൾക്കായി 23.95 ലക്ഷം രൂപയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നു. കാതോലിക്ക അതിനെ പിരിവിൽ നിന്ന് ഗ്രാൻഡായി 50,000 രൂപ നൽകുന്നുണ്ട്. വള്ളിക്കാട് ദേറ വാകത്താനം 76.77 ലക്ഷം രൂപയുടെ വരവ് ചെലവുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നു. അൺഡെവലപ്ഡ് ചർച്ചസ് ആൻഡ് കാതോലിക്കറ്റ് സെൻറ്റേഴ്സ് ഡെവലപ്മെൻറ്റ് ഫണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പള്ളികളുടെ പുനർനിർമ്മാണത്തിനും പുതിയ കാതോലിക്കറ്റ് സെൻ്ററുകൾ നിർമ്മിക്കുന്നതിനും സഹായം നൽകുന്നതിനുമുള്ള പദ്ധതിയാണിത്. അവികസിത മേഖലകളിലെ പള്ളികളിൽ പാഴ്സനേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ഇതോടൊപ്പമുണ്ട്. ഈ സാമ്പത്തിക വർഷം 1.58 കോടി രൂപ അടങ്കലുള്ള ബജറ്റ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഈ ഷെഡ്യൂളിൽപ്പെട്ട എല്ലാ യൂണിറ്റുകൾക്കുമായി ആകെ 88 കോടി 16 ലക്ഷം രൂപയുടെ ബജറ്റ് അടങ്കലുണ്ട്. മേൽപ്പറഞ്ഞ ഇനങ്ങളിൽ കാണിച്ചിരിക്കുന്ന ചെലവുകൾ ഓഡിറ്റിന് വിധേയമാണ്. പരിശുദ്ധ പിതാവിന് സ്ഥാനിക അവകാശമായി പ്രായപൂർത്തിയായ ഓരോ സഭാംഗവും പ്രതിവർഷം നൽകേണ്ട കേവലം 5 രൂപ റശീശ ശേഖരിക്കുന്നതിൽ പല ഇടവകകളും ഇപ്പോഴും നിസ്സംഗത പുലർത്തുന്നുണ്ട്. ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാകുന്നില്ല. 2019 സാമ്പത്തിക വർഷം മുതൽ കാതോലിക്ക ദിന പിരിവിനോടൊപ്പം ഓരോ ഇടവകയിലെയും പ്രായപൂർത്തിയായ അംഗങ്ങളുടെ സംഖ്യയ്ക്കനുസൃതമായ റശീശ തുക കേന്ദ്ര ഓഫീസിൽ അടയ്ക്കുവാൻ വികാരിമാരും ത്രാപൂലിതന്മാരും പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഭദ്രാസനങ്ങളുടെ ടാർഗറ്റ് തുക കണക്കാക്കുന്നതിൽ ഭരണഘടനയുടെ 120-ാം വകുപ്പ് അനുസരിച്ചുള്ള റശീശ ഇടവകയുടെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് 10-11 വകുപ്പുകൾ പ്രകാരമുള്ള കുടിശ്ശികയായി പരിഗണിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഉപസംഹാരം: ദുരിതങ്ങളുടെയും പീഡകളെയും അതിജീവിച്ചാണ് ക്രിസ്തുമാർഗം വളർന്നത്. പ്രകൃതി ഒരുക്കുന്നതും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങളെയും അടിച്ചമർത്തലുകളെയും മലങ്കര സഭയും സഭാമക്കളും അതിജീവിക്കും. കാരണം യെശയ്യാ പ്രവചനത്തിൽ യഹോവ ഉറപ്പ് നൽകുന്നു, നിന്റെ ദൈവവും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നിത്യവും ഊർശ്ലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് ആവർത്തിക്കാം. ദൈവമേ, സത്യവിശ്വാസമാകുന്ന പാറമേൽ പരിശുദ്ധ മാർ തോമാ ശ്ലീഹ അടിസ്ഥാനമിട്ട് പരിശുദ്ധ പിതാക്കന്മാർ പണിതുയർത്തിയ സഭയെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പരിശുദ്ധ പിതാവിനോടും അഭിമന്യരായ മേൽപ്പട്ടക്കാരോടും ബഹുമാനിയായ പട്ടക്കാരോടും വിശ്വാസികളായ എല്ലാ സഹോദരങ്ങളോടും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ബഹുമാനിയായ എൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സഹകരണവും ക്രിയാത്മകമായ ഇടപെടലുകളും തുടർന്നുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. പരിശുദ്ധ സഭയുടെ വളർച്ചയ്ക്കായി നമുക്ക് ഒന്നിച്ച് അധ്വാനിക്കാം, പ്രാർത്ഥിക്കാം. 2019-20 ബജറ്റ് മാനേജിംഗ് കമ്മിറ്റി മുമ്പാകെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.